സുകന്യ സമൃദ്ധി യോജന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെൺകുട്ടികൾക്കായിട്ടുള്ള വളരെ നല്ലൊരു സ്കീമാണ്. പക്ഷേ പല ആളുകളും ഈ സ്കീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം ചിലപ്പോൾ വിദേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. നമുക്കതിന് എന്താണ് റിപ്ലൈ എന്ന് നോക്കാം. ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരാളാണ് നമുക്കൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. 2015 അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് സുകന്യ സമൃദ്ധിയിൽ ജോയിൻ ചെയ്തു. 1,50,000 വെച്ചിട്ട് എല്ലാ വർഷവും അടയ്ക്കുകയുണ്ടായി. ഇനി ഒരു 2 വർഷത്തിനുള്ളിൽ ഇവർക്ക് ന്യൂസിലാൻഡിൻ്റെ സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ NRIs ആയിട്ട് മാറിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇവരിനി എന്താണ് ഈ SSY നിക്ഷേപം ഇനി എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുകന്യ സമൃദ്ധിയിൽ അക്കൗണ്ട് തുടങ്ങിയ ശേഷം അക്കൗണ്ട് ഹോൾഡർ, അതായത് ആ കുട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ പാരൻറ്റോ NRI ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ആ നിക്ഷേപം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ NRI ആയി എന്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ നിക്ഷേപം ക്ലോസ് ആയിട്ട് പോവുകയില്ല. NRI സ്റ്റാറ്റസ് ലഭിച്ചതിന് ശേഷം നിങ്ങളിടുന്ന ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് അതിന് ഇൻട്രസ്റ്റും ലഭിക്കാനായിട്ട് അർഹതയില്ല. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിൽ ചെയ്യാനുള്ളത് ഇതൊരു പ്രിമച്വർ ക്ലോഷർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ NRI ആയിട്ട് മാറിയത് കൊണ്ട് പ്രിമച്വർ ക്ലോസർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള ഇൻട്രസ്റ്റിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി എടുക്കാം. ഇതാണ് ഒരു എക്സിറ്റ് ചെയ്യാവുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ അയക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.